السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മരണം വരെ മുത്തഖീങ്ങളായിത്തീരണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ചർച്ചയിലാണ് നമ്മളുള്ളത്. പരലോകത്തേക്കുള്ള നമ്മുടെ യാത്രയുടെ ഒന്നാമത്തെ ഘട്ടം മരണമാണല്ലോ. മരണത്തിലൂടെ അല്ലാതെ ഒരാൾക്കും ആ ലോകത്തേക്ക് എത്തിപ്പെടാൻ കഴിയില്ലെന്നും അവിടെ എത്തിപ്പെട്ടാൽ പിന്നെ തിരിച്ചൊരു വരവ് ഇങ്ങോട്ടില്ല എന്നുമൊക്കെയാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മരണവുമായി ബന്ധപ്പെട്ട ചില ഓർമ്മപ്പെടുത്തലുകൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സൂചിപ്പിക്കുന്ന വിഷയം മരണം ആസന്നമായാൽ എന്നാണ്. എന്താണ് ആ വിഷയത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിച്ചാൽ, മരണം രണ്ട് വിഭാഗമാക്കി പൊതുവെ നമുക്ക് തിരിക്കാം. പല രീതിയിലുണ്ട്, പക്ഷെ മൊത്തത്തിൽ രണ്ട് വിഭാഗമാണ് മരണം. ഒന്ന്, പെട്ടെന്നുള്ള മരണം. തൻ്റെ കുടുംബക്കാരോടോ കൂട്ടുകാരോടോ ഒന്നും പറയാൻ പറ്റാതെ, ഒരു വാക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള മരണം സംഭവിക്കാം. ഒരു പക്ഷേ ഉറക്കത്തിലാവാം. എത്രയോ ആളുകൾ രാവിലെ ഉണർന്നപ്പോൾ ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ 2 മണിക്കൂർ 4 മണിക്കൂർ മരണം നടന്നു എന്ന് സർട്ടിഫൈ ചെയ്ത കേസുകളുണ്ട്. രാത്രി തമാശ പറഞ്ഞ് കളിച്ച് ചിരിച്ച് സംസാരിച്ച് കിടന്നതാണ്. അതല്ലെങ്കിൽ ഒരു അറ്റാക്ക് എന്തും ആവാം, അത് ഉറക്കത്തിലോ അല്ലാത്തപ്പോഴോ ആവാം, ഒരു സൈലൻ്റ് അറ്റാക്ക്.
അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംസാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ബോധമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ, വല്ല ആക്സിഡൻറ്റോ മറ്റെന്തെങ്കിലും സംഭവിച്ചുകൊണ്ട് അങ്ങനെയുള്ള മരണങ്ങൾ സാധാരണ നമ്മൾ കാണാറുണ്ട്. അതാണ് ഒരു മരണം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുവാനും സംസാരിക്കാനുമുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു മരണം, അതാണ് ഒരു മരണം. രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ അത് സാധാരണ നോർമൽ കേസിൽ എന്ന് പറഞ്ഞാൽ അസുഖം പിടിപെട്ട് കുറച്ചു കാലമൊക്കെ കടന്ന് നമ്മുടെ വീട്ടുകാരും കുടുംബക്കാരൊക്കെ നമ്മളെ ശുശ്രൂഷിച്ച് അങ്ങനെ സംസാരിച്ചു കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായ ലോകത്ത് നിന്നും യാത്ര പോവുകയാണ് അല്ലെങ്കിൽ പോകാറായിട്ടുണ്ട് എന്ന ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷമുള്ള മരണം. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ നമ്മൾക്കറിയാലോ, മാരകമായ ഒരാൾക്ക് ക്യാൻസർ ബാധിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ചു. അപ്പോൾ ഡോക്ടർ പറയാണ് ഇനി ചികിത്സിച്ചിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ ചികിത്സിച്ച് നോക്കാം എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുണ്ടാവും. സ്വാഭാവികമായും അതൊരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ മാരകമായ അതല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള ഇനി ഒരിക്കലും മാറില്ല എന്ന് വിശ്വസിക്കുന്ന ചില രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്ന് ഒരുങ്ങാനും ഇസ്തിഗ്ഫാർ നടത്താനും അവരുടെ കടമിടപാടുകളും ബാധ്യതകളൊക്കെ പറഞ്ഞ് തീർപ്പാക്കി ചെയ്യാനൊക്കെ ഉള്ളൊരു ടൈം കിട്ടും അങ്ങനെയുള്ള മരണത്തിന്. അതാണ് വാസ്തവത്തിൽ ഒരു എന്താ പറയുക, ഒരു നല്ലത് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു റാഹത്തായ മരണം എന്ന് വേണമെങ്കിൽ അതിന് പറയാം. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി പരിശോധിച്ചു, പല രീതിയിലുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുണ്ടായി. ഡോക്ടർ പറയാണ്, ഡോക്ടർ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. നമ്മളെ മാറ്റി നിർത്തിയിട്ട് കൂടെ ഉള്ളവരോട് പറയണേ നിങ്ങളുടെ ഇന്ന ആൾക്ക് ഇന്ന ഭാഗത്ത് ലെൻസിൽ അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് ക്യാൻസറിൻ്റെ ലക്ഷണം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അറിഞ്ഞാൽ അവൻ അന്ന് മുതൽ ഒന്നുകൂടി ഒരുങ്ങാം. ഇതാ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തായിരുന്നാലും രണ്ട് വിധം മരണമുണ്ട് എന്നുള്ളത് മനസ്സിലാവും. രണ്ടാമത്തെ മരണമായിരുന്നാലും ഒന്നാമത്തെ മരണത്തിന് ഇതൊന്നും ഈ അന്ന് പറയുന്ന പ്രധാനപ്പെട്ട പല കാരണങ്ങളും പല കാര്യങ്ങളും ഒന്നാമത് പറഞ്ഞ മരണത്തിന് ബാധകമാവില്ല പറഞ്ഞാൽ കഴിയില്ല. പെട്ടെന്നുള്ളൊരു മരണം, ഒരു ആക്സിഡൻറ്റ്, ഒരു അറ്റാക്ക്, ഉറക്കത്തിൽ പലതും സംഭവിക്കാം. എന്നാൽ രണ്ടാമത് ഞാൻ ഉദ്ദേശിച്ച മരണമാണെങ്കിൽ അങ്ങനെയുള്ള രോഗികളായി കിടക്കുന്ന, മരണം കാത്തു കിടക്കുന്ന അല്ലെങ്കിൽ മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും മരിക്കാം എന്ന അവസ്ഥയിലെത്തിയ ഒരു രോഗി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ വിധിയിലും തൃപ്തിയിലും തൃപ്തിപ്പെട്ട് കിടക്കണം. ഈ അസുഖം കൊണ്ട് എനിക്ക് എൻ്റെ രോഗങ്ങൾ മാറിയിട്ടില്ലെങ്കിലും എൻ്റെ പാപങ്ങൾ പൊറുക്കും എന്നൊരു വിശ്വാസം സത്യവിശ്വാസിക്കുണ്ടാവണം. മരത്തിൽ നിന്നും ഇല കൊഴിയുന്നത് പോലെ രോഗികളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. ഹദീസാണ്. നിങ്ങളുടെ കാലിൽ ഒരു മുള്ള് തറച്ചാൽ പോലും അതിനുള്ള വേദന എത്ര? ഒരു കാലിലൊരു മുള്ള് തറച്ചാൽ അതിന് പോലും അള്ളാഹു പാപം പുറത്തു തരുന്നതാണ്. ഇങ്ങനെ വിശ്വാസമുള്ള ഒരാൾക്ക് എന്ത് അസുഖം വന്നാൽ എന്താ, എത്ര വേദന സഹിച്ചാൽ എന്താ, അതിനൊക്കെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ അന്ത്യനാള് വിധി അവൻ സ്വർഗത്തിലാണ് അല്ലെങ്കിൽ അവൻ്റെ വിജയം ഉറപ്പാണ് എന്ന് കണക്കാക്കിയ ഒരു മനുഷ്യൻ്റെ ഹദീസാണ് ഞാൻ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതകാലത്തിൻ്റെ അവസാനം അയാൾ എത്ര നന്മ ചെയ്തിട്ടും അങ്ങോട്ട് എത്തിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ എത്താതെ വന്നാൽ, അതായത് സ്വർഗത്തിലേക്ക് എത്തണില്ല, എത്ര നന്മ ചെയ്തിട്ടും അവൻ്റെ ജീവിതം അവസാനിച്ചു. അള്ളാഹ് കണക്കാക്കിയ സമയം എടുത്താൽ അള്ളാഹ് ചെയ്യുന്നൊരു പണിയുണ്ട്. എന്താണ് അറിയാം? അവന് ചില അസുഖങ്ങൾ അസുഖം കൊടുക്കും. ആ അസുഖം കൊണ്ട് അവൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. അങ്ങനെ അവൻ സ്വർഗത്തിലെത്തിക്കുന്നതാണ്. അപ്പം ആ അസുഖം തരുന്നത് സ്വർഗത്തിലെത്തിക്കാനാണ്. അത് നമുക്കറിയില്ല. അപ്പോൾ രോഗി ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് പടച്ച തമ്പുരാനുള്ള വിശ്വാസം. ഇതെനിക്ക് ഹൈറായിരിക്കും, ഇതെനിക്ക് എൻ്റെ പാപം പൊറുക്കാനാണ്
എന്ന് വിശ്വസിക്കണം എന്നാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. സത്യവിശ്വാസിയുടെ കാര്യം എന്താണ്? ഇന്ന അംറഹു ലഹു കുല്ലുഹു ഖൈർ, അവന്റെ കാര്യങ്ങളൊക്കെ ഒരു നന്മയാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഇത് മുഅ്മിന് മാത്രമേ കിട്ടുള്ളൂ, വേറെ ആൾക്ക് കിട്ടൂല. ഇൻ അസാബതഹു സറാ ശക്കറ, അവന് എന്തെങ്കിലും ഒരു നന്മ വന്നാൽ, സന്തോഷകരമായ ഒരു കാര്യം വന്നാൽ ശക്കറ, അവൻ നന്ദി കാണിക്കും. ഇപ്പം നമുക്കൊരു ഖൈർ വന്നാൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയും, അതിന് നന്ദി കാണിക്കും. വകാന ഖൈറൻ ലഹു, അത് അവന് ഖൈറായി. വഇൻ അസാബതഹു ദറാ, അവനൊരു വിഷമം വന്നു, ഒരു അസുഖം വന്നു, ബുദ്ധിമുട്ട് വന്നു, പ്രയാസം വന്നു, കഷ്ടപ്പാട് വന്നു, എന്തോ ആയിക്കൊള്ളട്ടെ, സ്വബറ, അപ്പോൾ സത്യവിശ്വാസി ക്ഷമിച്ചു. കണ്ടോ, അവിടെ പടച്ചവനെ പഴിച്ചില്ല. ഇപ്പം പടച്ചവൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞില്ല, ഇപ്പം പടച്ചവൻ നമ്മളെ കൈയൊഴിഞ്ഞു, അങ്ങനെയൊക്കെ സാധാരണ ആളുകൾ പറയാറുണ്ട്. പടച്ചവനൊക്കെ ഇപ്പം അവരുടെ കൂടെയാണ്, നമ്മുടെ കൂടെ അല്ല എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കാതെ ക്ഷമിച്ചു ഒരാൾ, അതും അവന് ഖൈറായി. അപ്പൊ സത്യവിശ്വാസിക്ക് രണ്ട് വന്നാലും ഖൈർ. ഇതാണ് ഒന്നാമത്. അപ്പൊ നല്ല ചിന്ത ഉണ്ടായിരിക്കണം. ഒരു മരണാസന്നനായ ഒരു രോഗിക്ക് പടച്ചോനെ കുറിച്ച് പ്രതീക്ഷ വേണം. അതാണ് ഒന്നാമത്. രണ്ടാമത് വേണ്ടത്, ആ മനുഷ്യനുള്ള അവൻ്റെ ശിക്ഷയും ഭയവും ഒരാൾക്കുണ്ടെങ്കിൽ. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട്, വളരെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ, മരണ ആസന്നനായിട്ടില്ലെങ്കിലും ഏകദേശം കിടപ്പിലായപ്പോൾ, അത്യാവശ്യം ഒരു ഖുർആനൊക്കെ പഠിച്ച ഒരു പണ്ഡിതനാണ്, പ്രാസംഗികനൊന്നല്ലെങ്കിലും. അദ്ദേഹം പറഞ്ഞത്, സ്വർഗനരകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ പേടി തോന്നുകയാണ്, ഭയം തോന്നുകയാണ്. ഇനിയാണെങ്കിൽ കൂടുതൽ പ്രവർത്തിക്കാനൊന്നും സമയമില്ല, കഴിവുമില്ല എന്ന് പറഞ്ഞ ഒരു പ്രതീക്ഷ അല്ല, ഒരു എന്താ പറയുക, ഒരു അള്ളാഹുവിൽ ഒരു ഭയത്തോട് കൂടിയിട്ടുള്ളൊരു സംസാരം നടത്തുകയുണ്ടായി. അപ്പം അങ്ങനെ ഒരാൾക്ക് വന്നാൽ, ഒരാൾക്ക് പ്രതീക്ഷയുണ്ട്, എന്നാൽ എന്താ ചെയ്യാന്നറിയില്ല, പഠിച്ചോ എന്താ നമ്മൾ ചെയ്യാന്നറിയില്ല, നമ്മുടെ ദിവസങ്ങൾ അടുത്തു, ഇനി പിന്നോട്ടില്ല എന്ന ഒരു ചിന്ത ഒരാൾക്ക് വന്നാൽ തന്നെ, അങ്ങനെ ഒരു ഭയം മനുഷ്യനുണ്ടായാൽ തന്നെ അതിനെ സംബന്ധിച്ച് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുവാവിൻ്റെ അടുത്ത് രോഗസന്ദർശനത്തിന് വേണ്ടി പോവുകയാണ്. വഹുഫിൽ മൗത്ത്, ആ യുവാവ് മരണാസന്നനായ രോഗിയാണ്. എന്നിട്ട് റസൂൽ ചോദിക്കുകയാണ്, കൈഫ തജിദുക, എങ്ങനെയുണ്ട് അസുഖമൊക്കെ എന്ന് ചോദിച്ചു. ഖാല അർജുല്ലാഹ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ അള്ളാഹുവിൽ പ്രതീക്ഷയുള്ള ആളാണ്, പക്ഷേ ഇന്നി അഖാഫു ദുനൂബി, എന്നാലും ഞാൻ കുറേ തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ തിന്മകളെക്കുറിച്ച് എനിക്ക് ഭയമുണ്ട് റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ലാ യജ്തമാനി ഫീ ഖൽബി അബ്ദിൻ, ഒരു മനുഷ്യൻ്റെ സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂടുകയില്ല, ഒന്നിച്ചുണ്ടാവൂല. ഫീ മിസ്ലി ഹാദൽ മൗത്തിൻ, ഇതേപോലുള്ള സന്ദർഭങ്ങളിൽ, ഇല്ലാ അഅതാഹുല്ലാഹു മാ യർജു വ അംനഹു മിമ്മാ യഖാഫു, അവന് പ്രതീക്ഷയുണ്ടാവുന്ന കാര്യങ്ങളെ അള്ളാഹു അവന് കൊടുക്കുകയും അവൻ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടല്ലാതെ. അപ്പോൾ അള്ളാഹു അങ്ങനെയുള്ള ആളുകൾക്ക് മരണത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്ന സന്ദർഭത്തിൽ, പടച്ചോനെ ഞാൻ കുറേ തെറ്റ് ചെയ്തല്ലോ, എന്താ ഇനി ചെയ്യുക എന്ന ഒരു ചിന്ത ഉണ്ടായാൽ തന്നെ അള്ളാഹു അവന്, ആ ചിന്ത കൊണ്ട് അള്ളാഹു അവന് ഖൈർ കൊടുക്കും എന്നാണ്. അപ്പം അങ്ങനെയുള്ള ചിന്തയാണ് മരണസമയത്തുണ്ടാകുന്നത്. മൂന്നാമതായിക്കൊണ്ട് അടുത്തത്, രോഗം എത്ര മൂർച്ഛിച്ചാലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല, കൊതിക്കാൻ പാടില്ല. ലാ യതമന്നയന്ന അഹദുക്കും അൽ മൗത്ത്, റസൂൽ പറയാണ്, നിങ്ങളോരും മരണത്തെ കൊതിക്കരുത്. എത്ര പ്രയാസം ഉണ്ടായിരുന്നു, എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും മരണത്തെ കൊതിക്കാൻ പാടില്ല. ഫഇൻ കാന വലാ ബുദ്ദ ഫാഇലൻ ഫൽയഖൂൽ, വല്ലാത്ത അസ്വസ്ഥത ഉണ്ടെങ്കിൽ, വല്ലാത്ത പ്രയാസം ഉണ്ടെങ്കിൽ, വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ അങ്ങനെ ആളുകളൊക്കെ ഉണ്ടാവും, നോക്കാൻ ആളില്ലാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാവും. നമ്മൾ പലപ്പോഴും കാണാം, എത്ര സ്വന്തം ആളുകളായിരുന്നാലും 1 മാസം 2 മാസം 3 മാസമൊക്കെ നോക്കുമ്പോൾ അവരും മടുക്കും. എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട്, സ്വന്തം ആളുകൾ അവർ മടുക്കും.
അപ്പോൾ കിടക്കുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വേഗം മരിച്ചാൽ മതിയായിരുന്നു എന്നൊരാഗ്രഹം, അത് അവർ പറയും, ചിലപ്പോൾ പ്രതീക്ഷിക്കും, വേഗം എടുത്താൽ മതിയായിരുന്നു, വേഗം പോയി. അങ്ങനെ പറയാൻ പാടില്ല, ശുദ്ധവിശ്വാസി അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ എന്താ റസൂൽ പറയാണ്, ഒരാൾക്ക് വല്ലാത്ത പ്രയാസം തോന്നുകയാണെങ്കിൽ അവൻ ഇങ്ങനെ പറഞ്ഞോളട്ടെ, ഫൽയഖുൽ അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറുൻ ലി വതവഫനി മാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. അല്ലാഹുവേ, ജീവിതമാണ് എനിക്ക് ഖൈറെങ്കിൽ എന്നെ ജീവിപ്പിക്കണേ, അതല്ല മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ എന്നെ മരിപ്പിക്കണേ. അങ്ങനെ പ്രാർത്ഥിക്കാം. അതല്ലാത്ത രീതിയിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. അടുത്ത ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ള ആളുകളോട് കടപ്പാടോ ബാധ്യതകളോ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കണം, അതിനുള്ള ഏർപ്പാട് ചെയ്യണം. എന്തെങ്കിലും ബാധ്യതകൾ, എന്തെങ്കിലും കടപ്പാടുകൾ, അമാനത്തുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. തിരിച്ച് വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ച പലതും ഉണ്ടാവും, സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതുണ്ടാവും, പലതും ഉണ്ടാവാം. അങ്ങനെയുള്ള അമാനത്തുകളൊക്കെ തിരിച്ചേൽപ്പിക്കണം അത്തരം രോഗികളെ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വസീയത്തുകൾ ഉണ്ടെങ്കിൽ എഴുതി വെക്കണം. വസീയത്തുകൾ എന്താ? വസീയത്ത് പറഞ്ഞാൽ, വസീയത്ത് പറഞ്ഞാൽ കുറേ അർത്ഥമുണ്ട്. വിശുദ്ധ ഖുർആനിൽ ആ പദം പല സ്ഥലത്തും വന്നിട്ടുണ്ട്. വസ്സ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, വസ്സൈന വന്നിട്ടുണ്ട്. ഊസീക്കും, കുത്തുബയിൽ നിങ്ങൾ കേൾക്കാലോ, ഊസീക്കും, നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു. എന്താ? അതൊരു ഗൗരവത്തിൽ പറയുന്ന വാക്കാണ്. എന്നാൽ വസീയത്ത് എന്ന മരണസമയത്തുള്ളതിനോ അതിന് വേറെ അർത്ഥമാണ്. എന്താ അർത്ഥം? അത് അന്ത്യസമയത്ത് നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാരും ബന്ധുക്കളും ചെയ്യണം എന്ന് എഴുതി വെക്കുന്നതിനാണ് വസീയത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വസീയത്തുകൾ സൂക്ഷിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹക്കും റിഇം മുസ്ലിം ബൈതൻ യുബീതു ലൈലതൈനി വലഹു ശൈഉൻ യൂസി ഫീ ഇല്ലാ വവസിയതുഹു മക്തൂബത്തുൻ ഇൻദഹു. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ, മുസ്ലിമായ ഒരു മനുഷ്യന് എന്തെങ്കിലും വസിയത്ത് ചെയ്യാനുണ്ടെങ്കിൽ അവൻ്റെ തലയണക്കരികിൽ അത് എഴുതി വെച്ചിട്ടല്ലാതെ 2 രാത്രി അവൻ കഴിച്ചു കൂട്ടാൻ പാടില്ല. വസിയത്ത് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കണം, അതിന് സാക്ഷികൾ വേണം. അതേപോലെ തന്നെ വസിയത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അനന്തര സ്വത്ത് കിട്ടാത്ത വല്ലവരുമുണ്ടെങ്കിൽ അവർക്ക് വസിയത്ത് നൽകണം. മകൻ നേരത്തെ മരിച്ചു, പേരക്കുട്ടികളുണ്ട്, മകൾ മരിച്ചു, പേരക്കുട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു നിയമമുണ്ട്. എന്താണ്? പിതാവ് നേരത്തെ മരിച്ചാൽ പേരക്കുട്ടികൾക്ക് സ്വത്ത് കൊടുക്കണ്ട എന്നല്ല, അതവിടെ കണക്കിൽ വന്നിട്ടില്ല എന്നുള്ളൂ. അതായത് ആ ചാർട്ടിൽ അത് വന്നിട്ടില്ല എന്നുള്ളൂ. പക്ഷേ വസീയത്ത് മുഖാന്തരം കൊടുക്കണം. ഒരു പക്ഷേ മകന് കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ മകൻ്റെ കുട്ടിക്ക് കൊടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് അത് വസീയത്തായിട്ട് തന്നെ പറയണം. ഇന്ന കുട്ടിക്ക്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ ഇന്ന വ്യക്തിക്ക്, അതല്ലെങ്കിൽ ഇന്ന ആൾക്ക്, നമ്മുടെ കുടുംബത്തിലൊരകന്ന ഒരാൾ, ഒരു അമ്മായിയോ അല്ലെങ്കിൽ ഒരു ഇളയമയോ അല്ലെങ്കിൽ ആരുമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് സ്വത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഓഹരി അല്ലെങ്കിൽ ഇത്ര ഭാഗം, ഇത്ര രൂപ ആ ആൾക്ക് കൊടുക്കണം എന്ന് വസീയത്ത് ചെയ്യണം. അതാ പറഞ്ഞത്, വസീയത്തുകൾ ചെയ്യണം എന്നാണ്. ഇനി മറ്റൊരു കാര്യം, വസീയത്ത് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില ആളുകൾ വസീയത്ത് ചെയ്യുമ്പോൾ തെറ്റായി വസീയത്ത് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. തെറ്റായ വസീയത്ത് പറഞ്ഞാൽ ഹറാമായ വസീയത്ത്, തെറ്റായ വസീയത്ത് ഉണ്ട്. എങ്ങനെയാണതറിയാം? തെറ്റായ വസീയത്ത് എന്ന് പറഞ്ഞാൽ, ഒരാൾ മക്കളുടെ കാര്യത്തിലൊന്നും വലിയ തൃപ്തിയില്ല എന്ന് പറഞ്ഞാൽ, ഈ സ്വത്ത് മക്കൾക്ക് കിട്ടുകയാണെങ്കിൽ മക്കൾ അത് 1 മാസം കൊണ്ട് അടിച്ചു പൊളിക്കും എന്ന് ഒരു പിതാവിന് തോന്നിയെന്ന് വിചാരിക്കുക. അപ്പോൾ പിതാവ് എന്ത് ചെയ്യാണ്? ഞാൻ എൻ്റെ സ്വത്ത് മുഴുവൻ നമ്മുടെ മഹല്ല് കമ്മിറ്റിക്ക്, പള്ളിക്ക്, മദ്രസക്ക് കൊടുത്തു എന്ന് വസിയത്ത് എഴുതിയെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് തെറ്റായ വസിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾ വന്ന് ചോദിച്ചു, നബിയെ, എനിക്ക് ധാരാളം മാലുണ്ട്, ഇതുണ്ട്, എനിക്കാണെങ്കിൽ അനന്തരായിട്ട് ഒരു മകള് മാത്രമേ ഉള്ളൂ, ഞാൻ എന്താ ഈ സ്വത്ത് ചെയ്യുക? അപ്പം അദ്ദേഹം റസൂലിനോട് ചോദിക്കണേ, അതായത് ഞാൻ എൻ്റെ മാലിൻ്റെ മുഴുവൻ ഞാൻ എന്ത് ചെയ്യട്ടെ? സദക്ക ചെയ്യട്ടെ, മുഴുവൻ കൊടുക്കട്ടെ, കുറച്ചെന്തേലും ബാക്കി വെച്ചിട്ട്? പറ്റില്ല എന്ന് പറഞ്ഞു റസൂല്. 1/2 പകുതി കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. പറ്റൂല എന്ന് പറഞ്ഞു.
1/3 മൂന്നിലൊന്ന് ഞാൻ സദക്ക കൊടുക്കട്ടെ, വസിയത്ത് കൊടുക്കട്ടെ. വസ്സുൽസു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടേ, വസ്സുൽസു വൽസുൽസു കസീർ, മൂന്നിലൊന്ന് തന്നെ അധികമാണ്. മക്കൾ ഇവിടെ ഉണ്ടല്ലോ, ഒരു മകളുണ്ടല്ലോ, ആ മകളെ പരിഗണിക്കണം എന്ന് പറഞ്ഞത് അതെന്നെ അധികമാണ്. അത് കഴിഞ്ഞ് മൂന്നിലൊന്ന് തന്നെ അധികമാണ് ഏതിന്? വസിയത്തായി മറ്റുള്ള എന്തെങ്കിലും കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് തെറ്റായ വസിയത്ത്. വേറെ ചില രക്ഷിതാക്കൾ ഉണ്ടാവും, എന്ത്, ചില മക്കളോട് ദേഷ്യം, അപ്പോൾ അവർക്ക് കുറച്ച് കൊടുത്താൽ മതി. ചില മക്കളോട് സന്തോഷം, സ്നേഹം, അവർ കുറച്ച്, അതൊന്നും ചെയ്യാൻ പാടില്ല. ഒന്നാമത് വസിയത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലാ വസിയ്യത ലിമീറാസ് എന്ന ഹദീസ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അനന്തരാവകാശികൾക്ക് വസിയത്തേ ഇല്ല. ഒരു പിതാവ് തൻ്റെ മകന് ഇത്ര, മകൾക്ക് ഇത്ര എന്ന് വസിയത്ത് ചെയ്യാൻ പാടില്ല. മരണശേഷമുള്ള വസിയത്താണ് ഞാൻ പറഞ്ഞത്, അല്ല ജീവിച്ചിരിക്കുമ്പോൾ മകനോ മകൾക്കോ എന്തെങ്കിലും കുറച്ച് കൊടുക്കുന്നത് കൊണ്ടല്ല. അങ്ങനെ കൊടുക്കാം, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവൻ്റെ സ്വത്താണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മക്കളുടെ സ്വത്താണ്, അത് അവരാണ് ഓരിയേക്കേണ്ടത്. അതിന് അള്ള കണക്കുകൾ തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ അള്ള ഒരു കണക്ക്, ഒരു കൃത്യമായി ഒരു ചാർട്ട് നമുക്ക് തന്ന എന്തിനാ? നമുക്ക് തോന്നിയ പോലെ ഓരിയേക്കാനാ? വേറെ ചില ആളുകൾ പറയാറുണ്ട്, ആൺമക്കൾക്ക് കൊടുക്കുന്ന അതേപോലെ പെൺമക്കൾക്കും കൊടുക്കണം. പെൺമക്കളോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ്. 2 ആമക്കളുണ്ട്, 2 പെൺമക്കളുണ്ട്. അപ്പോൾ ചില ആളുകൾ വസിയത്ത് കൊടുക്കുകയാണ്, എന്ത്, ആമക്കൾക്കുള്ള അതേ ഓരി പെൺമക്കൾക്കും കൊടുക്കണം, പെൺകുട്ടികൾക്കും കൊടുക്കണം. പാടില്ല, അള്ളാൻ്റെ നിയമത്തിനെതിരാണത്. എന്ത് ചെയ്യാം? നിങ്ങൾ ഓഹരി വെക്കുമ്പോൾ ആണിനും പെണ്ണിനും ഖുർആൻ പറഞ്ഞ കണക്ക് കൊടുത്തിട്ട്, എന്നിട്ട് ഈ ഓഹരിയിൽ നിന്ന് പിതാവിൻ്റെ താല്പര്യപ്രകാരം അവരുടെ സ്വത്തുനിന്ന് എക്സ്ട്രാ എന്തെങ്കിലും കൊടുത്തോട്ടെ, അത് കൊടുക്കാം. പക്ഷെ ഓരി വെക്കുമ്പോൾ ഖുർആൻ പറഞ്ഞ ആ ചാർട്ട് അനുസരിച്ച്. അപ്പം തെറ്റായ വസിയത്ത് പാടില്ല. വേറൊന്ന് ഹറാമായ വസിയത്തുണ്ട്. എന്താ ഹറാമായ വസിയത്ത് എന്ന് പറഞ്ഞാൽ? അതും ഇതേപോലെ തന്നെ പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റായ രൂപത്തിൽ എൻ്റെ സ്വത്തുനിന്ന് അല്ലെങ്കിൽ എൻ്റെ മുതലിൽ നിന്ന് പിന്നെ ഇന്ന മകന് ഒന്നും കൊടുക്കണ്ട, അവനൊന്നും കൊടുക്കണ്ട, അവനെ നോക്കിയിട്ടില്ല, അവനെന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അനന്തര സ്വത്തും മാതാപിതാക്കളെ നോക്കലും തമ്മിലൊരു ബന്ധം പല ആളുകളും സംശയം ചോദിക്കാറുണ്ട്. ഇന്ന മകൻ അവൻ ബാപ്പാനി ഇമ്മാനെയൊന്നും നോക്കിയിട്ടില്ല, നോക്കണമില്ല, ഉള്ളതൊക്കെ അങ്ങോട്ട് വാങ്ങാന്നല്ലാതെ ഇങ്ങോട്ടൊന്നും കൊടുക്കണില്ല. അവന് നമ്മൾ അനന്തര സ്വത്ത് കൊടുക്കണം. അവൻ്റെ മകൻ എന്നുള്ള നിലക്ക് എത്ര ഓഹരിയാണോ അതാണ് അവന് കൊടുക്കണം. അവൻ നോക്കാത്തതിനും അവൻ മാതാപിതാക്കളെ ബുദ്ധി പിടിച്ചിട്ടുള്ള ആ കണക്ക് പടച്ചോ അവിടുന്ന് കൊടുത്തോളൂ, അല്ലെങ്കിൽ ഇവിടുന്ന് കൊടുത്തോളൂ, അത് വേറെ കണക്കാണ്, ഈ കണക്ക് വേറെ. അപ്പോൾ ആ രീതിയിലൊക്കെ വസിയത്ത് ശ്രദ്ധിക്കണം. വസിയത്ത് എഴുതി വെക്കണം, രേഖപ്പെടുത്തണം എന്നാണ്. എഴുതണം എന്നൊന്നുമില്ല, രേഖപ്പെടുത്തണം. എങ്ങനെ വേണമെങ്കിലും രേഖപ്പെടുത്താം. വോയിസ് ആയിട്ട് രേഖപ്പെടുത്താൻ സൗകര്യം ഉണ്ടല്ലോ, ഇപ്പോൾ പല പിന്നെ വീഡിയോ ഒക്കെ രേഖപ്പെടുത്താൻ സൗകര്യമുണ്ടല്ലോ. സാക്ഷികൾ വേണം, രേഖപ്പെടുത്തണം. ഇതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വസിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ചെയ്യാനുള്ളത്. ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യം അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, അന്യായമായ വസിയത്തുകൾ അത് ബാത്തിലാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമല്ലാത്ത രീതിയിലുള്ള വസിയത്തുകൾ, അതാണ് ഒരിക്കലും ന്യായമല്ലാത്ത രീതിയിലുള്ള. അത് സ്വത്തിൻ്റെ കാര്യത്തിലല്ല, എന്തായിരുന്നാലും കേട്ടോ. ഞാൻ പറഞ്ഞു, സ്വത്തിൻ്റെ കാര്യം മാത്രമല്ല, വേറെ എന്തെങ്കിലും ചെയ്യാനും എന്തെങ്കിലും പറയാനൊക്കെ മാതാപിതാക്കൾ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസിയത്ത് കുടുംബക്കാർ പാലിക്കേണ്ടതില്ല. ഇപ്പോൾ ഒരാൾ പറയാണ്, പിന്നെ ഒരു കുട്ടിനെ വിളിച്ച് പറയണം, ഈ ഉണ്ടാകാൻ വേണ്ടി ഞാൻ കുറേ നേർന്നു, ഒന്നും ഉണ്ടായില്ല. അവസാനം ഞാൻ ഇന്ന ജാറത്ത് പോയിട്ട് ജാറ മൂടാതെ നേർച്ച ചെയ്തിട്ടാണ് ഈ ഉണ്ടായത്. ഒരു വാപ്പയോ ഉമ്മയോ കുട്ടിയോട് പറയണം. അതുകൊണ്ട് എനിക്കതിന് സമയം കഴിഞ്ഞില്ല. ജാറ മൂടാൻ മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ മരിച്ചാലും ആ പണി, ആ നേർച്ച എന്ത് ചെയ്യണം?
ഇത് മുഴുവനാക്കണം എന്നൊരു പിതാവോ മാതാവോ വസിയത്ത് ചെയ്താൽ ലാ വഫാഅ ലിമഅസിയത്തിൻ, അള്ളാഹനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ പൂർത്തിയാക്കേണ്ടതില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി രോഗി അല്ലാത്ത അവിടെ സന്ദർശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവിടെ രോഗിയുടെ അടുത്ത് വന്നുകൊണ്ട് അനാവശ്യമായ സംസാരങ്ങൾ പാടില്ല, രോഗം മൂർച്ഛിക്കുന്ന സംസാരം പറയാൻ പാടില്ല. പല ആളുകളുണ്ടല്ലോ രോഗിയുടെ അടുത്ത് വന്നിട്ട് പറയും, ഇന്നോട് തന്നെ ആൾക്ക് ഇതേപോലെ തന്നെ ഇരുന്നു, ഇതേപോലത്തെ അസുഖമായിരുന്നു, ഒരാഴ്ച കടന്നുള്ളൂ അപ്പോൾ തന്നെ മരിച്ചു. ഇതൊക്കെ ഇങ്ങനെ രോഗി കേൾക്കുകയാണ്. രോഗിയുടെ അടുത്ത് വെച്ചിട്ടാണ് പറഞ്ഞത്, ഒരാഴ്ച കടന്നുള്ളൂ അപ്പോഴേക്കും മരിച്ചു. എന്തിനാണ് അതൊക്കെ പറയണം? ആശ്വാസകരമായ വാക്കുകൾ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോഗിനെ സന്ദർശിച്ചാൽ എന്താ ചെയ്യാന്ന് വെച്ചോ, രോഗിയുടെ ആവശ്യങ്ങൾ ചോദിക്കും. അലക തഷ്തഹി, എന്തെങ്കിലും തിന്നാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കും. റസൂൽ ചോദിക്കലാണ്, എന്തെങ്കിലും തിന്നാൻ ആഗ്രഹമുണ്ടോ എന്ന്. രോഗിക്ക് പലതും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ രോഗി പറയണം ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ആളുകളോടോ അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ആളുകളോടോ അത് പറ്റുമെന്നുണ്ടെങ്കിൽ, അത് പിന്നെ അതായത് ഇന്ന ഭക്ഷണം കഴിച്ചാൽ രോഗം അധികമാകും എന്നുണ്ടെങ്കിൽ അല്ല, ആ ഭക്ഷണം കഴിക്കാം, ഇന്ന ആഗ്രഹങ്ങൾ കഴിക്കാം എന്ന് രോഗി പറയുകയാണെങ്കിൽ അല്ലാഹു റസൂൽ അത് എത്തിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ട് ശരീരത്തിൽ തടവാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ശരീരത്തിൽ തടവിക്കൊണ്ട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. കാണാതെ പഠിക്കണം. ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. ഇത്രയും പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഒരാൾ അസുഖമായി എന്ന് പറഞ്ഞാൽ ഇമോജിയുടെ അല്ല വേണ്ടത്, നമ്മൾ മനസ്സിൽ പറയാ വേണ്ടത്. നമുക്കറിയണം അതാ പ്രാർത്ഥന, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ മരണാസന്നനായ രോഗിയുടെ അടുത്ത് നിന്നുകൊണ്ട് അയാളുടെ രോഗം അസുഖമാകുന്ന രീതിയിലുള്ള സംസാരങ്ങളൊന്നും പാടില്ല. മാന്യമായ രീതിയിലായിരിക്കണം സംസാരിക്കണം എന്നാണ് പറയുന്നത്. സഹോദരന്മാരെ, ഇതാണ് വളരെ ചുരുക്കി ഞാൻ നിങ്ങളത് മരണമാസന്നമായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഇനി മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. നേരത്തെ പറഞ്ഞു 2 തരം മരണമുണ്ട് എന്ന് പറഞ്ഞു, രണ്ടും ഞാൻ വിശദീകരിച്ചു. ഇനി ഞാൻ വേറൊരു 2 തരം മരണത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. വേറൊരു 2 തരം മരണമുണ്ട്. ഇത് ഹദീസിൽ വന്ന 2 തരമാണ്. എന്താണത്? അത് ഒന്ന് നല്ല പരിശുദ്ധ ആത്മാവിൻ്റെ മരണവും അതേപോലെ തന്നെ ചീത്ത ആത്മാവിൻ്റെ മരണവും. പരിശുദ്ധ ആത്മാവ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സാധാരണ നമ്മൾ കേൾക്കുന്ന ആയത്തല്ലേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. എല്ലാ മനുഷ്യരോടും അള്ളാഹ് പറയുന്നൊരു വാക്കാണ്. നമ്മൾ മരിക്കുമ്പോൾ നമ്മളോട് അള്ളാഹ് പറയുന്ന വാക്കാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സിൻ്റെ ഉടമയായ മനുഷ്യ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, തൃപ്തികരമായി സമാധാനത്തോടുകൂടി നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കൊള്ളുക. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നത്തി, എൻ്റെ സച്ചരിതരായ അടിമകളുടെ കൂടെ സന്തോഷത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെടുന്ന റൂഹ് പിടിക്കുന്ന സച്ചരിതരായ നല്ല ആത്മാവിൻ്റെ മരണം. അതാണ് ഒന്ന്. ആ നല്ല ആത്മാവിൻ്റെ മരണത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം. അനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയാണ്, ഖാല ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ജനാസത്തി റജുൽ മിനൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട ഒരാളുടെ ജനാസയുടെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. ഫന്തഹൈനാ ഇലാ ഖബരിൻ, അങ്ങനെ ഞങ്ങൾ ഖബറിൻ്റെ അടുത്തെത്തി. വലമ്മാ യൽഹദ്, അങ്ങനെ അവിടെ എത്തി നോക്കിയപ്പോൾ ഖബറിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ ഖബറിൻ്റെ അടുത്തിരുന്നു. വജലസ്നാ ഹൗലഹു, ഞങ്ങളും നബിയുടെ ചുറ്റും ഇരുന്നു. കഅന്ന അലാ റുഹൂസിന തൈർ, ഞങ്ങളുടെ തലയിലൊക്കെ ഒരു പക്ഷി ഇരിക്കുന്നത് പോലെ ഞങ്ങൾ ഇരുന്നത്. എന്താ തലയിൽ പക്ഷി ഇരിക്കുക? അത് ഇളകിയാൽ പാറിപ്പോകും. അപ്പോൾ ഇളകാതെ തലയിലൊരു പക്ഷി വന്നിരുന്നാൽ നമ്മുടെ തല ഇളകിയാൽ പക്ഷി പാറും. അപ്പോൾ പാറാതിരിക്കാൻ വേണ്ടി നമ്മൾ തല ഇളകാതെ, ശരീരം ഇളകാതെ എങ്ങനെ ഇരിക്കുമോ അതേപോലെ റസൂലിൻ്റെ മുന്നിൽ ഞങ്ങളിരുന്നു. വഫീ യദിഹി ഊദുൻ യൻകുതു ബിഹി ബിഹിൽ അർള്,
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിൽ ഒരു കൊള്ളി കഷ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ ഒരേ എന്തൊക്കെയോ വരക്കുന്നുണ്ട്. ഫറഅ റഅ്സഹു, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ തല ഉയർത്തി. ഫഖാല, എന്നിട്ട് പറയാണ്, ഇസ്തഈദൂ ബില്ലാഹി മിൻ അദാബിൽ ഖബർ, അല്ലയോ മനുഷ്യരെ, അള്ളാഹുവിൻ്റെ ഖബർ ശിക്ഷയെ തൊട്ട് നിങ്ങൾ ശരണം ചോദിക്കണേ. മറത്തൈനി ഔ സലാസ, 2 3 പ്രാവശ്യം പറഞ്ഞു, മനുഷ്യരെ ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷ ചോദിക്കണേ. സുമ്മ ഖാല, എന്നിട്ട് റസൂൽ പറയാണ്, ഇന്നൽ അബ്ദൽ മുഅ്മിൻ ഇദാ കാന ഫൻഖിതാഇൻ മിനദ് ദുനിയാ വയഖ്ബാലിൻ മിനൽ ആഖിറ, ഒരു മുഅ്മിനായ നല്ല ആത്മാവിൻ്റെ ഉടമയായ ഒരു സത്യവിശ്വാസി ഈ ലോകത്തുനിന്ന് വിട പറയാൻ, അവന് പരലോകത്തേക്ക് പോകാൻ സമയമായി കഴിഞ്ഞാൽ, നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശത്ത് നിന്നും കുറേ മലക്കുകൾ അവിടേക്ക് ഇറങ്ങി വരും. ബീദുൽ വുജൂഹ്, ആ മലക്കുകളൊക്കെ നല്ല മുഖം വെളുത്ത മലക്കുകളായിരിക്കും. കഅന്ന വുജൂഹുഹുമുശ് ശംസ്, ആ മലക്കുകൾ അവരുടെ മുഖങ്ങളൊക്കെ നല്ല വെളുത്ത അല്ലെങ്കിൽ പ്രകാശപൂരിതമായിരിക്കും. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, ആ മലക്കുകളുടെ കയ്യിൽ, അവരുടെ കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള കഫം പുടവയുണ്ടാകും മലക്കുകളുടെ കയ്യിൽ. അതേപോലെ തന്നെ വഹനൂത്തുൽ ജന്ന, സ്വർഗത്തിലെ സുഗന്ധങ്ങളും ഉണ്ടാകും. ഹത്താ യജ്ലിസൂ മിൻഹു മദ്ദൽ ബസർ, മരിക്കാൻ കിടക്കുന്ന രോഗിയുടെ കണ്ണ് എത്തുന്ന ദൂരം വരെ ആ മലക്കുകൾ അവിടെ ഇരിക്കും. എന്നിട്ടോ സുമ്മയജി മലക്കുൽ മൗത്ത്, അപ്പോൾ മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ കണ്ണെത്തുന്ന ദൂരത്തോളം കണ്ണിൻ്റെ പവർ നഷ്ടപ്പെടും. കണ്ണിൻ്റെ പവർ ഇപ്പോഴുള്ള ഈ മറ നീക്കപ്പെടും. അപ്പോൾ കണ്ണിൻ്റെ ഇപ്പോഴുള്ള മറ നീക്കപ്പെടുമ്പോൾ അവന് എത്ര മലക്കുകളെ കാണാൻ കഴിയും എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ മരിക്കുന്ന ആൾക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പം കണ്ണെത്താവുന്ന ദൂരത്തോളം മലക്കുകൾ വരും. ആ മലക്കുകൾ അവിടെ ഇരിക്കും. എന്നിട്ട് സുമ്മ, പിന്നെ അവൻ്റെ അടുത്തേക്ക് വരുന്നു, യജി മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം, മലക്കുൽ മൗത്ത് വരുന്നു. മലക്കുൽ മൗത്ത് പറഞ്ഞാൽ റൂഹിനെ പിടിക്കുന്ന മലക്കാണ്. ആ മലക്കുകളുടെ അവിടെ വന്ന മലക്കുകളുടെ നേതാവായിക്കൊണ്ട് ആ മലക്കുകൾ വരുന്നത്. എന്നിട്ട് ആ മലക്കുൽ മൗത്ത് അവൻ്റെ തലയുടെ ഭാഗത്ത് ഇരിക്കുന്നു. ഫയഖൂലു, എന്നിട്ട് പറയുന്നു, അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അഖ്രിജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പാപമോചനത്തിലേക്ക് ഇറങ്ങി വരൂ. വരിളുവാനുൻ, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും. ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫതഖ്റുജു, ആ റൂഹ് ഇങ്ങനെ പുറത്തേക്ക് വരും. തസീലു കമാ തസീലുൽ ഖത്രതു മിനസ് സിഖാ, ഒരു കൂജയിൽ നിന്നും വെള്ളം ഒഴുകി വരുന്നത് പോലെ, ഒരു പാത്രം ചിരിച്ചാൽ അതിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് പോലെ സത്യവിശ്വാസിയുടെ ആത്മാവ് അത് കുറേശ്ശെയായിട്ട് ഇറങ്ങി വരുന്നു. ഫയഖുദുഹ, അങ്ങനെ ആ റൂഹിനെ ആ മലക്ക് പിടിക്കുന്നു. ഫഇദാ അഖദഹാ ലം യദഉഹാ ഫീ യദിഹി തറഫത ഐൻ, ആ മലക്ക് ആ റൂഹിനെ തൻ്റെ കയ്യിൽ അധിക സമയം വെക്കുകയില്ല. ഹത്താ യഖുദുഹാ, അപ്പോഴേക്കും അത് കൈമാറുന്നു. ഫയജ്അലുഹാ ഫീ ദാലികൽ കഫൻ, സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന കഫം പുടവയിൽ ആ റൂഹിനെ വെക്കുന്നു. വഫീ ദാലികൽ ഹനൂത്ത്, അതിൽ സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന സുഗന്ധങ്ങളുണ്ട്. വയഖ്റുജു മിൻഹാ, അതിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ഖാതിയബു നഫ്ഹതും മിസ്കിൻ, ഏറ്റവും സുഗന്ധമുള്ള വാസനയാണ്. വജദത്ത് അലാ വജ്ഹിൽ അർള്, ഭൂമുഖത്ത് ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും സുഗന്ധമായ സുഗന്ധദ്രവ്യവും കഫം പുടയുമായി കൊണ്ട് ആ മലക്കുകൾ വന്നിട്ടുള്ളത്. ഈ പിടിച്ച ഈ സത്യവിശ്വാസിയുടെ റൂഹിനെ ആ കഫം പുടയിൽ വെക്കുന്നു. അത് വയഖ്റുജു മിൻഹാ ഖാതിയബു നഫ്ഹതും മിസ്കിൻ വജദത്ത് ബിഹി വജ്ഹുൽ അർള് ഖാൽ, എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഫയസ്അദൂന ബിഹാ, ആ റൂഹുമായി കൊണ്ട് മലക്കുകൾ കയറിപ്പോകുന്നു. ഫലായമുറൂന, അങ്ങനെ അവർ നടന്നു പോകുന്നില്ല. യഅനി ബിഹാ അലാ മലക്കിൻ മിനൽ മലായികതി ഇല്ലാ ഖാലൂ മാ ഹാദർ റൂഹു തയ്യിബ്, ഓരോ ആകാശത്തിൻ്റെ കവാടത്തിലെത്തുമ്പോഴും ഒരു മലക്ക് അല്ലെങ്കിൽ കുറേ മലക്കുകൾ ചോദിക്കുന്നു, ഇത് ആരുടെ റൂഹാണെന്ന് ചോദിക്കും. ഫയഖൂലൂന, അപ്പോൾ കൊണ്ടുപോകുന്ന മലക്കുകൾ പറയാണ്, ഇത് ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന വ്യക്തിയുടെ മകനായ ഇന്ന വ്യക്തിയുടെ റൂഹാണ്. മാത്രമല്ല
ദുനിയാവിൽ ആ മനുഷ്യനെ ഏറ്റവും നല്ല പേരിൽ എന്താണോ വിളിച്ചിരുന്നത് ആ പേരിൽ തന്നെ മലക്കുകൾ പറയുന്നു. അങ്ങനെ ഒന്നാം ആകാശത്തേക്ക് ആ മലക്കുകൾ എത്തുന്നു. തുറക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒന്നാം ആകാശം തുറക്കുന്നു. അങ്ങനെ ഓരോ ആകാശത്തിന്റെ അടുത്തെത്തുമ്പോഴും വാതിൽ തുറക്കാൻ പറയുന്നു. ആരാണെന്ന് ചോദിക്കുന്നു. ഇത് ഇന്ന വ്യക്തിയുടെ റൂഹാണെന്ന് പറയുന്നു. അങ്ങനെ ഓരോ ആകാശത്തും അത് ചെല്ലുമ്പോൾ ഏഴാം ആകാശം വരെ ആ റൂഹുമായി പോകുന്നു. ഫയഖൂലുല്ലാഹു അസ്സ വജല്ല, ഈ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉക്തുബൂ കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ. ഈ അടിമയുടെ റെക്കോർഡ്, ഈ അടിമയെ സംബന്ധിച്ചുള്ള ഫുൾ വിവരവും ഇല്ലിയീനിൽ രേഖപ്പെടുത്തണം. എന്നിട്ട് അവനെ ഭൂമിയിലേക്ക് തന്നെ അവനെ മടക്കണം എന്ന് പറഞ്ഞാൽ അവൻ്റെ റൂഹ് ഒന്നാം ആകാശത്ത് മുതൽ ഏഴാം ആകാശം വരെ കൊണ്ടുപോയി എന്നിട്ട് ഇല്ലീൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക റിക്കാർഡിൽ രേഖപ്പെടുത്തി എന്നിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറയണം. അപ്പോഴേക്കും ഇവിടെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഒരു പക്ഷേ ഖബറിലോ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിലും ആ റൂഹ് തിരിച്ചു വരും, നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ വരും. നമ്മളറിയില്ല, കാണുന്നില്ല. അങ്ങനെ അതിൽ നിന്നാണല്ലോ ഞാൻ അവനെ സൃഷ്ടിച്ചത്. അതിലേക്ക് തന്നെ അവനെ നാം മടക്കുന്നു. അതിൽ നിന്ന് തന്നെ വീണ്ടും അവനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അങ്ങനെ അവന്റെ ശരീരത്തിലേക്ക് റൂഹിനെ മടക്കി കൊടുക്കുന്നു. എവിടെ എത്തിയിട്ടുണ്ടാവും എന്നറിയോ? അവന്റെ ബർസഖിയായ ജീവിതം തുടങ്ങി. അപ്പോഴേക്കും റൂഹ് തിരിച്ചു വന്നു. ഇതാണ് ഒരു സത്യം. അതിന്റെ ബാക്കിയുണ്ട്, അത് ഖബറുമായി ബന്ധപ്പെട്ടതാണ്. അത് നമുക്ക് അവിടെ പറയാം, ഈ ഹദീസിന്റെ ബാക്കി. ഇങ്ങനെ ഒരു സത്യവിശ്വാസിയായ ഒരാളുടെ മരണത്തെക്കുറിച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞ വാചകമാണ്. ഇനി സത്യനിഷേധിയായ ആളുകളുടെ മരണത്തെക്കുറിച്ചും ഇതേപോലെ പറഞ്ഞിട്ട് രണ്ട് പറഞ്ഞത് ഞാൻ നേരത്തെ ഓതി വെച്ചില്ലേ. ഫസ്റ്റില് എന്താണത്? കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ വഖീല മൻ റാഖ്. എത്ര പ്രാവശ്യം ആയത്ത് കേട്ട ആയത്താണത്. കല്ലാ, അങ്ങനെ വേണ്ട. ഇദാ ബലഗത്തിത് തറാഖിയ, ആ റൂഹ് ആത്മാവ് അത് തൊണ്ടക്കുഴിയിലെത്തിയാൽ, തറാഖ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊണ്ടക്കുഴിയിലെത്തിയാൽ, വഖീല മൻ റാഖ്, അവൻ ചോദിക്കുകയാണ്, ആരാണ് രക്ഷപ്പെടുത്താനുള്ളത്, ആരാണ് മന്ത്രിക്കാനുള്ളത്, ആരാണ് സുഖപ്പെടുത്താനുള്ളതെന്ന് ചോദിക്കുന്നു. വലന്ന അന്നഹുൽ ഫിറാഖ്, അവൻ വിചാരിക്കുകയാണ് അവൻ വിരഹത്തിൻ്റെ വേർപാടിൻ്റെ, അതായത് ഇവിടുന്ന് പോകാനുള്ള സമയമായി എന്ന് അവൻ ഉറപ്പിച്ചു. വൽതഫത്തിസാഖു ബിസാഖ്, കണങ്കാൽ കണങ്കാലുമായി കൂട്ടിപ്പണരുന്നു, കാല് കാലുമായി കൂട്ടി യോജിക്കുന്നു, കണ്ണുകൾ തുറിക്കുന്നു. അടുത്ത് നിൽക്കുന്ന മക്കള്, ഭാര്യ, കുടുംബക്കാർ വിചാരിക്കുകയാണ് എന്നെ നോക്കുകയാണെന്നാ വിചാരിക്കണേ, എന്നോട് എന്തോ പറയാണ്ട്. കണ്ണുകൾ പിന്നോട്ട് പോകുന്നു, മറിയുന്നു. ആളുകൾ വിചാരിക്കുകയാണ് ആരെ തിരയാണെന്നുള്ളത്. അല്ല, അത് സക്കറാത്തുൽ മൗത്തിൻ്റെ അല്ലെങ്കിൽ മരണവേദനയാണ്. ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാക്ക്. ആ ദിവസം അല്ലെങ്കിൽ ആ സമയത്ത് റഹ്മാനായ റബ്ബിൻ്റെ ആ സന്നിധാനത്തിലേക്കുള്ള യാത്രയുടെ ചില പ്രകടനങ്ങളാകുന്നു അത്. വലൗ തറാ ഇദ് യതവഫൽ ലദീന കഫറുൽ മലായികത യദ്രിബൂന വുജൂഹഹും, സത്യനിഷേധികളായ ആളുകളെ മരിപ്പിക്കുന്നത്, ആ മലക്കുകൾ മരിപ്പിക്കുന്നത് നബിയെ നിങ്ങളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ, യദ്രിബൂന വുജൂഹഹും, ആ മലക്കുകൾ അവരുടെ മുഖത്തടിക്കും, വഅദ്ബാറഹും, അവരുടെ പിന്നിലടിക്കും, പുറത്തടിക്കും. എന്നിട്ട് വദൂഖൂ അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന ശിക്ഷയെക്കുറിച്ച് നിങ്ങൾ ആസ്വദിക്കൂ എന്ന് മലക്കുകൾ പറയും. ദാലിക ബിമാ ഖദ്ദമത് ഐദീകും, അത് നിങ്ങളുടെ കൈകൾ സൂക്ഷിച്ചു വെച്ച അല്ലെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്ന് അവർ പറയുന്നു. അങ്ങനെ മലക്കുകളുമായി സംവദിക്കും, മലക്കുകളുമായി തർക്കിക്കും, മലക്കുകളോട് കെഞ്ചും. എന്താ കെഞ്ചുന്നത്? ഒരു അല്പസമയം, കുറച്ച് സമയം ഒന്ന് ഞങ്ങൾക്ക് വിട്ടുതരുമോ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ
മലക്കുകളുമായി തർക്കിക്കുന്ന രംഗങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഹദീസ് മുഴുവൻ വായിക്കാൻ സമയമില്ല. അതുകൊണ്ട് ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരുന്നു ചീത്ത ആത്മാവിൻ്റെ റൂഹ് പിടിക്കാൻ വേണ്ടി. അക്രമികളായ ആളുകളുടെ റൂഹ് പിടിക്കുന്ന രംഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ ധാരാളം വന്നിട്ടുണ്ട്. ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം. സ്വന്തം ശരീരങ്ങളോട് തെറ്റുകൾ ചെയ്ത അക്രമികളായ ആളുകളുടെ മലക്കുകൾ റൂഹ് പിടിക്കുന്ന രംഗം. ഖാലൂ ഫീമ കുന്തും. മലക്കുകൾ ചോദിക്കുകയാണ്, ഫീമ കുന്തും, നിങ്ങൾ എവിടെയിരുന്നടോ ഇത്ര കാലം, എന്തിനായിരുന്നു നിങ്ങൾ? ഖാലൂ, അവർ പറയാണ്, കുന്നാ മുസ്തദഅഫീന ഫിൽ അർള്, ഞങ്ങൾ ഭൂമിയിൽ ദുർബലരായിരുന്നു. ഖാലൂ, മലക്കുകൾ ചോദിക്കുകയാണ്, അലം തകുൻ അർളുല്ലാഹി വാസിആ, അള്ളാഹിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലടോ? തുഹാജിറു ഫീഹ, അവിടേക്ക് ഹിജ്റ പോയിക്കൂടായിരുന്നോ നിനക്ക്? ഫഉലൈക മഅവാഹും ജഹന്നം വസാഅത് മസീറ, അത്തരം ആളുകൾക്ക് നരകമാണ് ശിക്ഷ, അത് എത്ര മോശപ്പെട്ട സങ്കേതമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇങ്ങനെ ധാരാളം ആയത്തുകൾ. ഇൻഷാ അല്ലാഹ് ചീത്ത ആത്മാവിൻ്റെ മലക്കുകളെ റൂഹിനെ പിടിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം. ഇത്രയൊക്കെ നമ്മൾ പഠിക്കുന്നത് ഒരവസരം നമ്മളൊക്കെ അഭിമുഖീകരിക്കാറുണ്ട്. എല്ലാവരും ഒന്നിച്ചല്ല അനുഭവിക്കും, കൂട്ടത്തിൽ ഒന്നിച്ചല്ല, ഒരു കുടുംബത്തിലെ ആളുകൾ ഒന്നിച്ചൊരു റൂമിലിട്ടിട്ട് വിചാരണ ചെയ്യല്ല, ഒന്നിച്ച് മരണം പിടിക്കല്ല. ഓരോരുത്തർക്കും അവനവൻ്റെ റബ്ബുമായി കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന മലക്കുകൾ വരുന്ന രംഗമുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, എല്ലാ ആത്മാവും മരണത്തെ രുചിച്ചറിയും, ഓരോരുത്തരും. അതുകൊണ്ട് ഇതൊന്നും വിദൂര സമയത്ത് എന്നോ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണെന്നൊന്നും ആരും വിചാരിക്കണം, എപ്പോഴും സംഭവിക്കാം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രീതിയിലുള്ള മരണത്തിൽ പെട്ടെന്നുള്ള മരണമാണ് അള്ളാഹ് നമുക്ക് വിധിച്ചതെങ്കിൽ, ഒരാളോടും സംസാരിക്കാതെ, ഒരാളോടും ഒന്നും പറയാതെ, ഒന്നും എഴുതി വെക്കാതെയുള്ള മരണമാണ് നമുക്ക് വിധിച്ചതെങ്കിൽ, ആ ഒരവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. പൈസ ഇടപാടുകൾ വളരെ വളരെ കർശനമാണ്, എഴുതി വെക്കണം, വീട്ടുകാരോട് പറയണം. നമ്മൾ മരിച്ചാലും നമ്മുടെ അതിൻ്റെ ഡയറിയിലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവണം. ₹1 ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ എഴുതി വെക്കണം. ₹1, ആ ₹1 കൊണ്ട് ഖബറിൽ നമ്മുടെ അമലുകൾ തടയപ്പെടും. ₹1 സഹോദരന്മാരെ, നമ്മുടെ സൽക്കർമ്മങ്ങളിൽ നിന്ന് അവർക്ക് കൊടുക്കും വിചാരണ നാളിൽ. നമ്മൾ ആർക്കെങ്കിലും പൈസ കടം കൊടുക്കാണ്ടെങ്കിൽ, പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, പൈസ കൊണ്ട് ചതിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ മണിയായിട്ടല്ല കൊടുക്കുക, നമ്മുടെ അമലെടുത്ത് അവർക്ക് കൊടുക്കും. അള്ളാഹു നീതിമാനാണ്. അപ്പം അതുകൊണ്ട് മരണം എന്ന ആ ഒരു അവസ്ഥയെ അഭിമുഖീകരിക്കാൻ നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കുക. ഏത് സമയത്ത് മരിച്ചാലും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഒരവസ്ഥ. നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികൾ, അവർക്ക് ഇനി ആരാണ്ടാവുക? ചില ആളുകൾ അങ്ങനെ ചെറിയ കുട്ടി, ആ നാട്ടുകാർ പറഞ്ഞു, ഒരാൾ മരിച്ചാലേ ചെറിയ കുട്ടികൾ, പാവം പിഞ്ചു പൈതങ്ങൾ, യത്തീമുകൾ, അവർക്ക് എത്ര ആളുണ്ട് ഈ നാട്ടിൽ? എത്ര ആളുകളുണ്ട് അവർക്ക് നോക്കാനും വളർത്താനൊക്കെ? ആദ്യത്തെ 1, 2, 3 മാസമൊക്കെ കുറച്ച് വിഷമമുണ്ടാവും, ഒരു കൊല്ലം വിഷമമുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ? അവർ നന്നായി വളരുന്നത് കണ്ടിട്ടില്ലേ? അവർ സമ്പന്നരാഗ് കണ്ടിട്ടില്ലേ? അവരുടെ കാര്യമേ നമ്മൾ ശ്രദ്ധിക്കണ്ട. അവർക്ക് പലരും ഉണ്ട്, നമുക്കാരാളുള്ളത്? ഈ ഖബറിലും പരലോകത്തും വിചാരണ സമയത്തും ആരാ നമുക്കുള്ളത്? നമ്മുടെ കർമ്മങ്ങളല്ലാതെ ഒന്നും ഉണ്ടാവില്ല, ഒരാളും സഹായത്തിനുണ്ടാവില്ല. നമ്മൾക്ക് നമ്മുടെ കർമ്മങ്ങൾ മാത്രമല്ല, നമ്മുടെ കർമ്മങ്ങളിൽ നിന്നും ഒരു അണുതൂക്കം മറ്റൊരാൾക്ക് എടുത്തു കൊടുക്കുന്ന ഒരു അവസരം ഉണ്ടാകാൻ പാടില്ല. അതുകൂടി ഉണ്ടായാൽ എന്ത് നഷ്ടമാണ് പിന്നെ വരാൻ പോകുന്നത് സഹോദരന്മാരെ? പിന്നെ ഒരു മടക്കമില്ലല്ലോ. അതുകൊണ്ട് വിഷയം ഗൗരവമാണ്. മനുഷ്യരെല്ലാവരും
നമ്മൾ നേരത്തെ സൂറത്ത് പഠില്ല ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും എന്ന് പഠിച്ചില്ലേ? ആളുകൾക്ക് വിചാരണക്ക് സമയത്തിണ്ട്, പക്ഷെ അവർ അശ്രദ്ധയിലാണെന്ന് പറഞ്ഞല്ലോ. ശ്രദ്ധയിലാണ്, ഗൗരവത്തിലല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കാണണം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മരണത്തിൻ്റെ ചീത്ത ആത്മാവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വിശദീകരണവും അതുമായി അതിനുശേഷം മരിച്ചാൽ പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട കർമ്മം, അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് പടിപടിയായിട്ട് നമുക്ക് ആ വിഷയങ്ങൾ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഈമാനോടുകൂടി മരിപ്പിക്കുന്നൊരവസ്ഥയിൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക